ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ ഈ വളർച്ച കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് അച്ഛ. ഇതിനൊക്കെ കൂട്ടുനിന്ന് ഇയാളെ നീട്ടി MD കസേരയിൽ അച്ഛൻ ചെന്നിരിക്കുന്നതിനേക്കാളും നല്ലത് തൂങ്ങി ചത്തൂടെ അച്ഛന്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഹരി ഹോസ്പിറ്റല് അത് സത്യ, പക്ഷേ കേസ് കുറച്ച് നാറിയതാണ്. അവനെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. മോശം വെറും മോശമായിട്ട് പെരുമാറിയെന്നാ പറഞ്ഞെ. അവളുടെ ഭർത്താവും കൂട്ടുകാരും കൂടി തല്ലിച്ചതച്ചതാ. അല്ലെങ്കിലും പാതിരാത്രി പെണ്ണ് പിടിക്കാൻ പോകുന്നവർക്കേ ഇതൊക്കെ തന്നെയല്ലേ ശിക്ഷ. അങ്ങനൊരു വൃത്തികേട് കാണിക്കാൻ തനിക്ക് പറ്റുമായിരിക്കും. ഹരി ഒരു പെണ്ണിനെ അനാവശ്യമായിട്ടൊന്നും നോക്ക് പോലുമില്ല. അതേ നാട്ടിലാകെ പറഞ്ഞു നടക്കാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എനിക്കിതിലൊരു പങ്കുമില്ലേ. എന്നെ അടുത്തറിയാവുന്ന ഒരാള് ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞാനത് നിങ്ങളോടും പറഞ്ഞു. അമ്മവാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്ത് പറ്റിയതാന്ന് ഹരിതന് പറയട്ടെ. മോളെ, നീ എവിടേക്കും പോകുന്നില്ല. അവനെ കാണാൻ പോവാൻ വേണ്ടി നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഈ കേസിന്റെ സ്വഭാവം തന്നെ ഞാൻ മാറ്റിയെടുക്കും. അവനെ ദേ പോലീസുകാർ വന്ന് തൂക്കിക്കൊണ്ടുപോകും. വേണോ? അതിന് ഞാൻ മടിക്കില്ല കേട്ടോ. വേണ്ട മോളെ, വേണ്ട. മോള് വരണ്ട. എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ രഘുവേ, ഭ്രാന്ത് പിടിച്ച നിങ്ങളുടെ മകനോട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ രഘു, ഒരു കാര്യം രഘു മനസ്സിലാക്കിക്കോ. താങ്കളും താങ്കളുടെ മകനും കൂടെ വിവാഹം കഴിച്ച സ്ത്രീകളെ ചവിട്ടിത്താഴ്ത്തി രാജാക്കന്മാരായിട്ട് ജീവിക്കുന്നതായിട്ട് ചിന്തിക്കുന്നവരാ. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തല്ലി ചതിക്കാനുള്ളതല്ല എന്റെ മോൻ. അവനെ ഈ അവസ്ഥയിലാക്കിയത് അതിനുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് ഞാനൊരു വരവ് അവനെയും കൂട്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കും. രാമകൃഷ്ണൻ പട്ടാളത്തിലൊന്നും പോയിട്ടില്ല. സർക്കാർ ചെലവിലല്ല ഈ ശരീരം ഉണ്ടാക്കിയതും. പക്ഷേ എന്റെ മനസ്സോർച്ചതാ. അതുപോലെ തന്നെയാ എന്റെ മോനോടുള്ള സ്നേഹവും. അവന് വേണ്ടി ഒരാളുടെ ദേഹത്ത് കൈവെക്കണമെന്ന് എനിക്ക് തോന്നിയാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒട്ടും മടിക്കുകയല്ല. സുജാതെ, ഞാൻ പോയിട്ട് വരാം. എന്താ രഘുവേട്ടാ, പാർട്ടി നടത്താനുള്ള ആളുകളെ വിളിക്കുന്നില്ലേ നിങ്ങള്? അച്ഛന്റെ മോന്റെയും ശത്രു വീണതല്ലേ, വിളിച്ചു വരുത്ത് സകല എണ്ണത്തിന്. എന്നിട്ട് ആഘോഷിക്ക. അന്തസ്സില്ലാത്ത മോന് അഭിമാനം നഷ്ടപ്പെട്ട ഒരച്ഛൻ. നീ ഇങ്ങോട്ട് പോരുമോളെ. ഹരിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അവനറിയാം.
കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് അച്ഛ. ഇതിനൊക്കെ കൂടെ നിന്ന് ഇയാളെ നീട്ടി MD കസേരയിൽ അച്ഛൻ ചെന്നിരിക്കുന്നതിനേക്കാളും നല്ലത് തോന്നി ചത്തൂടെ അച്ഛന്. അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട അച്ഛാ. തേടി ഇറങ്ങിയാലേ വേട്ടയാടി കൊന്നിട്ടേ ഞാൻ അടങ്ങും. അവള് കുറച്ച് അനുഭവിക്കട്ടെ. ഇനി മതി. ഇതിനു മേലെ ഇക്കാര്യത്തിൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? മക്കളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും പോയി മേടിച്ചോണ്ട് വരട്ടാ? ഒന്നും വേണ്ട മാവ. മോനെ, ഞാൻ അവരെ കണ്ടിരുന്നേ, ആ രഘുവിനെയും ജീവനെയും. അവര് ജയിച്ച് തന്നെ നിക്കട്ടെ, ഇല്ലയോടാ? ഇനിയൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ടാബ്ലറ്റ് ഒന്ന് കൊടുക്കണം. ശരി. ഓ, എടാ മോനെ ഹരി, നീ എന്തോന്നും മിണ്ടാത്തേ? ആർക്കും ഒരു ഉപകാരം ചെയ്യരുത്. മനസ്സൊക്കെ കല്ലാക്കി വേണം നാട്ടിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറ്റും. മോളെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അമ്മയെ കണ്ടപ്പോ അവരെ ഒന്ന് വീട്ടിലെത്തിക്കാൻ നോക്കിയതാ. ഇനിയിപ്പൊ നാളെ നേരം വിളിക്കുമ്പോ എന്തൊക്കെ കഥകളായിരിക്കും എന്നെ കുറിച്ച് ഉണ്ടാക്കാൻ പോകുന്നേ. നീ ഒന്ന് സമാധാനപ്പെടടാ. നമ്മൾ അവരുടെ വലയിൽ കുടുങ്ങിപ്പോയി അമ്മാവ. വലയിട്ട് പിടിച്ചാ പിന്നെ നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. വെട്ടിമുറിക്കാം, കീറി പൊളിക്കാം. എടാ, പിന്നെ നിത്യമോള് എന്റെ കൂടെ വരായിരുന്നതാ. പക്ഷേ അവൻ തടഞ്ഞു. നന്നായി. ഈ അവസ്ഥയിൽ അയാളെന്നെ കാണാത്തത് നന്നായി. അല്ല മോനെ, നിനക്ക് കുറെ പത്രക്കാരെയൊക്കെ പരിചയമില്ലേ? ആരെങ്കിലും വിളിച്ചേ അവരെ കൊണ്ട് ഈ വാർത്തകളൊക്കെ ഈ പത്രത്തിലേക്ക് കൊടുത്ത് അതങ്ങനെ. അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? മധുര നൊമ്പരക്കാറ്റ്